ഇവിടെ നമ്മൾക്ക് ആവശ്യം ഇത്തരത്തിൽ നാട് വിട്ടു പോകുന്ന ആളുകൾക്ക് അതാത് രാജ്യത്തെ നിയമങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് നോർക്ക പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യണം. പലപ്പോഴും കേരളം പ്രവാസികളുടെ നാടാണ്. ഒരുപാട് ആളുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമവ്യവസ്ഥ എന്താണെന്നുള്ളതിൻ്റെ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അറിയിപ്പോ കൃത്യമായി ഒരു 4-5 മണിക്കൂറെങ്കിലും നൽകണം. അവിടുത്തെ തൊഴിൽ നിയമം, അവിടുത്തെ ക്രിമിനലായിട്ടുള്ള പശ്ചാത്തലം, അവിടെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസ്. നമുക്ക് നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല, അത് വകവെച്ച് തരില്ല. ഇവിടെ UAE സംബന്ധിച്ച് നമുക്കറിയാം, ഒരു ലേബർ വിസ അടിക്കുന്നതിന് മുമ്പേ, ലേബർ കോൺട്രാക്റ്റും കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പേ തൊഴിലാളിയുടെ അവകാശം എന്താണ്, എംപ്ലോയറുടെ അവകാശം എന്താണ്, എംപ്ലോയിയും എംപ്ലോയറും ഏത് രീതിയിലാണ് കരാറുകൾ ഒപ്പുവെക്കേണ്ടത്, എങ്ങനെയാണ് റിസൈൻ ചെയ്യേണ്ടത് എന്ന് തുടങ്ങി ഈ പറയുന്ന നിയമങ്ങളും ഇവിടുത്തെ ട്രാഫിക് ഒപ്പം തന്നെ ക്രിമിനൽ നിയമവ്യവസ്ഥയിലെ ഏറ്റവും ആകർഷമായ രീതിയിൽ ഏറ്റവും പ്രധാനമായി അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി ക്ലാസ് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് മാൻഡറ്ററി ആയ രീതിയിലാണ് പലപ്പോഴും കമ്പനികൾ പോലും അതിനെ കാണുന്നത്, അങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്. അത് എല്ലാ രാജ്യങ്ങളിലും ചെയ്യണം. നമ്മുടെ എമിഗ്രേഷൻ നോട്ട് റിക്വയർഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ എമിഗ്രേഷൻ റിക്വയർഡ് ആയിട്ടുള്ള ജോലിക്ക് വേണ്ടി ആളുകൾ പോകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് അത്തരത്തിൽ അവർക്കുള്ള ബോധവൽക്കരണം അതാത് രാജ്യത്തെ നിയമവ്യവസ്ഥ എന്താണെന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിലേക്ക് മുന്നോട്ട് വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമുക്കറിയാം, സൗദി അറേബ്യയിലും യമനിലും UAE-യിലുമൊക്കെ തന്നെ എത്രയോ ആളുകൾ, ഇന്ത്യക്കാരായ കുറ്റവാളികൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ ചെറിയ തുകയുടെ പ്രശ്നം കൊണ്ടോ മറ്റോ എത്രയോ കാലങ്ങളായി നാട്ടിൽ വരാൻ സാധിക്കാതെ വിധി നടപ്പിലാക്കുന്ന അവസ്ഥയിൽ മറ്റാരും സഹായത്തിനില്ലാത്ത ഒരു രീതിയിലുള്ള എത്രയോ ആളുകളുണ്ട്. അത്തരം കേസുകളൊക്കെ ഏത് രീതിയിലാണെന്ന് അതാത് സ്റ്റേറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും പഠിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ പുതിയ കുറ്റവാളികൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ബോധവൽക്കരണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.